إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ വിധിവിലക്കുകളെയും ജീവിതത്തിന്റെ യഥാവിധി മേഖലകളിൽ പാലിച്ച് പ്രാവർത്തികമാക്കി തഖ്വയും തവക്കുലുമുള്ള വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മനിരതമായ ജീവിതം മരിക്കുവോളം നിലനിർത്തുവാനുള്ള മഹാഭാഗ്യം അവൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൊച്ചു പ്രബുദ്ധ കേരളത്തിൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിധത്തിലുള്ള കൊലപാതകങ്ങൾ പല ദിനങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഞെട്ടിക്കൊണ്ടിരിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തോ സമയത്തോ അവസാനിക്കും എന്ന നിലക്കുമല്ല ഈ അരാജകത്വം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാക്ഷര കേരളം വിഭിന്ന കൊലപാതകങ്ങളുടെ കേന്ദ്രമായി കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അധികമാകുമോ? പലവിധ കാരണങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്ന് പത്രമെടുത്ത് വായിച്ച സമയത്തും 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മാവനാണ് എന്നാണ് അതിന്റെ ഡീറ്റെയിൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നു കളയുക സാമ്പത്തികമാണ് വിഷയമല്ല. എറണാകുളത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടതാണ്, 3 പേര് അയൽവാസി കയറി വകവരുത്താണ് ലഹരി. താമരശ്ശേരിയിൽ ഉത്തമ സമുദായത്തിൽപ്പെട്ട ഒരുത്തൻ ചെയ്തു കൂട്ടിയത് ജന്മം നൽകിയ ഉമ്മക്ക് പകരമായി നൽകുന്നു എന്ന് പറഞ്ഞ് അവിടെ ഈ ലഹരിയാണ് വിഷയം. കഷായത്തിൽ വിഷം കലർത്തി കൊന്നുകളഞ്ഞ പ്രണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ, അതിൻ്റെ കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ. ലൈംഗിക അരാജകത്വ ബലാത്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊലപാതകങ്ങളിലും പിന്നിലല്ല. കാസർഗോഡ്, അതേപോലെ തന്നെ പാലക്കാട് നെന്മാറയിൽ
വയനാട് വൈത്തിരിയിൽ, പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ, അവിടെയും മനുഷ്യർ കൊല്ലപ്പെട്ടു. അതിൻ്റെ കാരണം സാമ്പത്തികമല്ല, അതിൻ്റെ കാരണം പ്രണയവുമായി ബന്ധപ്പെട്ടതല്ല, എന്നാൽ അതിൻ്റെ കാരണം അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസങ്ങളുടെ വിവിധ വേർഷനുകൾ. അതിൽ പിന്നെ പണവും കടന്നു വരാം, സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ അതിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിലും എത്തിയതിൻ്റെ പിന്നിലും അന്ധവിശ്വാസമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മനുഷ്യര് വിദ്യാസമ്പന്നരാണ്. നമ്മുടെ രാജ്യം ഇപ്പോൾ ഇന്നലെയോ മിനിയാന്നോ 100ാമത്തെ റോക്കറ്റ് ISROയുടെ നേതൃത്വത്തിൽ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച് ലോകത്തിന്റെ നെറുകയിൽ ശാസ്ത്ര വിഷയത്തിൽ അഭിരമിച്ച് മുന്നിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ നിന്ന് ഏറെ പ്രയാസപ്പെടുത്തുന്ന കൊലപാതകത്തിന്റെ ഡീറ്റെയിൽസുകൾ, ചുരുളുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 വർഷമായി ജയിലിലായിരുന്നു. 2019 അയൽവാസിയായ സജിതയെ കൊന്ന് ജയിലിലാണ്. പിന്നെ ജീവപര്യന്തത്തിന് വിധിച്ചതിനിടക്ക് പിന്നെ അതിന്റെ ഇടക്കാലത്ത് പുറത്തിറങ്ങിയതാണ്. എന്നിട്ട് 2 പേരെ വകവരുത്തി കളഞ്ഞു. സജിതയുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയെയും. ആ കുട്ടികളുടെ കരച്ചില് നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പല കാരണങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി ആഭിചാരവും കൂടോത്രവും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആഭിചാരവും കൂടോത്രവും ക്ഷുദ്രവിദ്യകളും അതിനെ പല മതവിഭാഗങ്ങളും പല പേരുകളിലാണ് പറയൽ. അറബി മാന്ത്രികം എന്ന് പറയും, സിഹ്റ് എന്ന് പറയും, മാട്ടുമാരണം എന്നൊക്കെ പറയും. ഇങ്ങനെ ഈ കൊലപാതകങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമായി കൊണ്ട് അങ്ങനെ ജീവനും അതേപോലെ തന്നെ സമ്പത്തും എല്ലാം നഷ്ടപ്പെടുത്തി അവസാനം വ്യക്തി ജീവിതവും കുടുംബ ജീവിതവും തകർത്ത് തരിപ്പണമാക്കി അതുവഴി സാമൂഹിക സുരക്ഷിതത്വം തന്നെ ഒരു ചോദ്യം ചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇലന്തൂരിൽ പത്മ റോസ്ലിൻ എന്ന് പറയുന്ന 2 സഹോദരിമാരെ, ഷാഫി എന്ന് പറയുന്ന മനുഷ്യൻ, അവന്റെ പേര് ഷാഫിയാണ്, പക്ഷെ ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ല. അവൻ ലഹരിക്ക് അഡിക്റ്റ് ആണ്. അതേപോലെ തന്നെ അവൻ ആഭിചാരക്രിയ നടത്തിയിട്ടാണ് വീടിന് ചുറ്റും ആഭിചാരക്രിയയും രക്തമൊഴുക്കലും ഒക്കെയായി പലതും നടത്തി. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതേപോലെ തന്നെ ഈ നെന്മാറയിൽ നടന്ന കേസ്, അയൽവാസിയായിട്ടുള്ള സഹോദരിയുടെ മുടി നീളമുണ്ട് എന്ന്, അവൾ ചെയ്ത കൂടോത്രത്തിന്റെ ഫലമായി കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ജീവിതം തകർന്നതും ഭാര്യ നിങ്ങളെ വിട്ടുപോയതും എന്ന് ചെന്താമര, അവന്റെ പേര് തന്നെ ഉണ്ട് ഒരു പ്രത്യേകത. ഈ ചെന്താമരയോട് ജ്യോത്സ്യൻ സിദ്ധൻ പറഞ്ഞു എന്നാണ്. അപ്പൊ അതിന് പകരം വീട്ടിയതാണ്. അപ്പൊ ആരാണിതിൽ ഒന്നാമതായി പ്രതിപ്പട്ടികയിലേക്ക് ആരെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് ആമുഖമില്ലാതെ തന്നെ അടുത്തറിയാൻ കഴിയും. അതുപോലെ തന്നെ വയനാട് വൈത്തിരിയിൽ നടന്ന കൊലപാതകത്തിൽ നവാസ് എന്ന് പറയുന്ന മനുഷ്യൻ കൊല്ലപ്പെടുകയാണ്. അവനക്ക് ഒരു ഹോട്ടല് കച്ചവടം നടത്തുന്ന മറ്റൊരുത്തന്റെ ഹോട്ടലിന്റെ മുമ്പിൽ കൊണ്ടുപോയി വാഴയിലയിൽ, അതിന്റെ കേസ് അങ്ങനെയാ, 2-3 മാസം മുമ്പ് നടന്നതാ. മുസ്ലിമാണ്, 2 പേരും മുസ്ലിങ്ങളാണ്. കൊല്ലപ്പെട്ട നവാസ് മുസ്ലിമാണ്, കൊന്നവനും മുസ്ലിമാണ്. അപ്പൊ ഈ ഹോട്ടലിന്റെ മുമ്പിൽ വാഴയിലയിൽ കോഴിത്തലയും മഞ്ഞൾ പൊടിയും മറ്റെന്തോ ഒരു തകിടും CCTVയിൽ പതിഞ്ഞു. അതിനാണ് താർ എന്ന് പറയുന്ന ജീപ്പ് ഓട്ടോറിക്ഷയിൽ ഇടിപ്പിച്ചുകൊണ്ട് ഈ നവാസിനെ കൊന്നുകളഞ്ഞത്. അപ്പൊ ഇതിങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിശ്വാസി സമൂഹം ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം തൗഹീദി ബോധമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മധ്യവർത്തികളില്ലാതെ നേർക്ക് നേരെ മനസ്സിലാക്കിയ, പ്രാമാണികമായി ഇസ്ലാമിക ജീവിതം നയിക്കുന്ന, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ട്, അവനിൽ നിന്നാണ് എന്ന് ബോധ്യം വന്ന ആളുകൾക്ക് ഈ കേസുകളും കാര്യങ്ങളും കാണുമ്പോൾ പലപ്പോഴും ചിരിയും സങ്കടവും വരാം. എന്തേ മനുഷ്യർ ഈ രൂപത്തിലായിത്തീരുന്നത് എന്ന്. 2-3 കൊല്ലം മുമ്പ് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരില് PhD ഒക്കെയുള്ള ഡോക്ടറേറ്റ് ഉള്ള രക്ഷിതാവ് പിതാവ്, MSc മാത്സ് ഒക്കെ കോഴ്സ് ചെയ്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഭാര്യ, അമ്മ, 22ഉം 27ഉം വയസ്സുള്ള 2 കുട്ടികളെയാണ് പൂജാരി ഇതേപോലെ തന്നെ ജ്യോത്സ്യൻ നിർദ്ദേശിച്ചതനുസരിച്ച് ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് ഇരുമ്പ് ദണ്ട് കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞത്. പിറ്റേ ദിവസം അവര് പുതുജീവിതത്തിലേക്ക് അങ്ങനെ പുനർജന്മം ഉണ്ടാകുമെന്ന് പറഞ്ഞതാ. ആഭിചാരവും ക്ഷുദ്രക്രിയകളൊക്കെ നടത്തിയിട്ട് ആ കുട്ടികളെ കൊന്നുകളയാ. വിദ്യാഭ്യാസത്തിന്റെ കുറവാ, PhD ഉണ്ട്, MSc മാത്സ് ആണ്, എന്തിന്റെ കുറവാ സമൂഹത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഇങ്ങനെ ആഭിചാരവുമായി, ക്ഷുദ്രക്രിയകള്, കൂടോത്രവുമായി പല വിധത്തിലുള്ള ചൂഷണങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിൽ ഇസ്ലാമിക ഉമ്മത്തിന്റെ തവക്കുല് നഷ്ടപ്പെടാത്ത വിധത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്തു. ഇങ്ങനെ സമൂഹത്തിൽ ഇത് എക്കാലത്തുണ്ടാകും. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ഈ സിഹറുമായി, കൂടോത്രവുമായി, അതിന്റെ പല വേർഷൻസുമായി ബന്ധപ്പെട്ട സൂക്തങ്ങള് അതിന് നമുക്ക് ഒന്നിച്ചിങ്ങനെ പറയാം. ഇപ്പൊ സിഹർ അത് തോന്നലുണ്ടാക്കാൻ അതുമൂലം സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ 116, 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 81, 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 66 തോന്നലുണ്ടാക്കാൻ കഴിയും. കൂടോത്രം, സിഹർ, അതിന്റെ മറ്റു മാർഗങ്ങള് അതെങ്ങനെയാ തോന്നലുണ്ടാക്കാൻ കഴിയുക? അഭൗതികമായി, മറഞ്ഞ വഴിയിൽ, അദൃശ്യമായി കൊണ്ടല്ല. കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ അവിവേകിയായ, ദുർബല വിശ്വാസിയായ ഒരു മനുഷ്യനിൽ അതുവഴി അതിന്റെ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോന്നലുണ്ടാകും. ഇപ്പോ നവാസിനെ കൊന്നുകളഞ്ഞ മനുഷ്യർക്ക് പ്രയാസം ഉണ്ടായത് എന്താ? അവന്റെ ഹോട്ടലിന്റെ മുമ്പിൽ അവൻ CCTV നോക്കിയ സമയത്ത് ഇത് കണ്ടു എന്നാണ്. ഇത് കണ്ടതുകൊണ്ടാണ്, അതിന്റെ ചിഹ്നങ്ങൾ കണ്ടു, അതുവഴിയാണ്. അതേപോലെ തന്നെ നെന്മാറയിൽ ആ മനുഷ്യൻ ചെയ്തു കളഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അത് പറഞ്ഞതിന്റെ പേരിലാണ് അവനക്ക് അന്ധവിശ്വാസവും കാര്യങ്ങളും ഈ കൂടോത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അവൻ പ്രശ്നക്കാരനായി മാറിയത്. അറിഞ്ഞില്ല എങ്കിൽ അഭൗതികമായി, അദൃശ്യമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല സിഹറിന്. വിശുദ്ധ ഖുർആനിൽ അത് യഥാർത്ഥത്തിൽ ഒന്നുമല്ല എന്നതിന് 25-ലധികം ആയത്തുകൾ വ്യത്യസ്ത അധ്യായങ്ങളിലായി. 5-ാം അധ്യായം സൂറത്തുൽ 10, 5-ാം അധ്യായം 110-ാം സൂക്തം, 6-ാം അധ്യായം 7, 7-ാം അധ്യായം 109, 132, 10-ാം അധ്യായം 76, 11-ാം അധ്യായം 7, 17-ാം അധ്യായം 47, 20-ാം അധ്യായം 57 തുടങ്ങി 25ഓളം ആയത്തുകളിൽ വിവിധ അധ്യായങ്ങളിലായി കൂടോത്രം, സിഹ്ർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒന്നുമല്ല എന്ന് വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയാണ്. പിന്നെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിലൂടെ ഇത് പണ്ട് മുതലേ ആളുകളെ പറ്റിക്കാനും വഞ്ചിക്കാനും അവരുടെ ഈമാനിനെ തകർക്കാനും ജീവിതത്തെ ഒന്നുമല്ലാതാക്കാനും നടന്നുകൊണ്ടിരുന്ന പണ്ട് മുതലുള്ള ഒരു ദുഷിച്ച സമ്പ്രദായമാണ് എന്നും സിഹറിനെ കുറിച്ച് പറയാം. പിന്നെ ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൻപാപങ്ങളിൽ ഉൾപ്പെടുത്തി സിഹറിനെ. കാരണം എന്താ? ഈ ജാതി കാര്യങ്ങളൊക്കെ അതുവഴി വഞ്ചനയിലൂടെ ആളുകളെ പറ്റിച്ചു നടത്തും, കുടുംബത്തെ തകർക്കും, അയൽപ്പക്ക ബന്ധങ്ങൾ ഒന്നുമല്ലാതാക്കും, സൗഹൃദങ്ങൾ തകർത്ത് കളയും. അതുകൊണ്ട് തന്നെ ഇത് വൻപാപമാണ്, അസ്സബഉൽ മൂബിഖാത്തിൽ പെട്ടതാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേ ഹദീസിൽ മൻ അതാ അറാഫൻ ഔ കാഹിന, ആരെങ്കിലും ഈ വക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജ്യോത്സ്യനെ, സിദ്ധനെ, ഭാവി നോട്ടക്കാരനെ, മഷി നോട്ടക്കാരനെ അവനെ സന്ദർശിക്കുകയാണ് എങ്കിൽ, ചോദിക്കുകയാണ് എങ്കിൽ, അങ്ങനെ സന്ദർശിക്കുന്ന ചോദിക്കുന്ന വിശ്വാസിയുടെ 40 ദിവസത്തെ നമസ്കാരം നഷ്ടപ്പെടുകയാണ്, വ്രതാവിലാണ് എന്ന്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ ഇന്ന റുഖാ വത്തമായിമ വത്തിബലത ശിർകുൻ, ഇന്ന റുഖാ ശിർക്ക് കലർന്ന മന്ത്രം, വത്തമായിമ ചരടുകൾ, ഏലസുകൾ, വത്തിബലത അതേപോലെ തന്നെ കൂടോത്രം, സിഹർ, ശിർക്കും, ഇതെല്ലാം ശിർക്കാണ് എന്ന് പറയാം. അപ്പോ തിവലത്ത് എന്ന് ഹദീസിൽ അത് ശിർക്കാണ് എന്നാണ്. കാരണം എന്തുകൊണ്ടാണ് അത് ശിർക്കാകുന്നത്? മറഞ്ഞ വഴിയിലൂടെയാണ് അതിൽ നിന്ന് ഉപകാരവും ഉപദ്രവവും പ്രതീക്ഷിക്കുന്നത്. അഭൗതികമായ, അദൃശ്യമായ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മറഞ്ഞ മാർഗത്തിലൂടെ ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിക്കുക എന്നത് ശിർക്കാണ്. വിശ്വാസി സമൂഹത്തിൽ ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല. ഒരു കോഴിമുട്ട കിട്ടി വീടെടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ തറ കീറിയപ്പോ അതിൽ നിന്ന് തകിട് കിട്ടി, അല്ലെങ്കിൽ കോഴിമുട്ട കിട്ടി, ആകെ പേടിച്ച് ബേജാറായി 4 ലക്ഷം രൂപക്ക് ഒരു സെന്റിന് വാങ്ങിയ ഭൂമി 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റൊഴിവാക്കി സ്ഥലം കാലിയാക്കുക. എന്നിട്ട് ഭാര്യന്റെ അടുത്ത് വന്ന് പറയാ ജീവൻ തിരിച്ചു കിട്ടിയെന്ന്, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന്. അതേപോലെ തന്നെ കച്ചവട സ്ഥലത്തെത്തുന്ന സമയത്ത് ഈ സംഗതികൾ കാണാൻ, വാഴയിലയോ കോഴിത്തലയോ ഒക്കെ കാണുന്ന സമയത്ത് കട തുറക്കാതെ തിരിച്ചു പോകാൻ മനുഷ്യൻ പേടിച്ച് ബേജാറായിട്ട്. കാരണം അദൃശ്യ മാർഗത്തിലൂടെ അവനക്ക് ഷർറുണ്ടാക്കും എന്ന് പേടിക്കാൻ, ബുദ്ധിമുട്ടുണ്ടാക്കും, കച്ചവടം കുറച്ചു കളയും എന്ന രൂപത്തിലുള്ള ശിർക്കിൽ അധിഷ്ഠിതമായ ചിന്താഗതി കടന്നു വരിക. അത് പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിലൂടെ അറിയിച്ചത്. പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളും വസ്തുവകകൾക്കും അതിൻ്റെതായ ധർമ്മമേ നിർവഹിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഒരു കോഴിമുട്ടയിൽ ഒരു പൂജാരി, ഒരു പണിക്കര്, ഒരു ജ്യോത്സ്യൻ, ഒരു സിദ്ധൻ, ഒരു തങ്ങൾ, ഒരു ബീവി, ഈ വക മേഖലയിലുള്ള ചൂഷകന്മാര്
അവർ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ, അതെന്തെങ്കിലും തിരിച്ചു മറിച്ച് രേഖപ്പെടുത്തി നമ്മുടെ വീടിന്റെ പരിസരത്തോ കച്ചവട സ്ഥലങ്ങളിലോ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ എന്താ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കുക? കോഴിമുട്ടക്ക് ഈ ഭൂമിയിലുള്ള റോൾ എന്താ? അത് ഭക്ഷണ പദാർത്ഥമായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ കരിക്ക്, തേങ്ങ, ഇളനീർ ഇതൊക്കെ ആണി തറച്ച് നമ്മുടെ വീടിന്റെ പരിസരത്ത്, വീടിന്റെ സൈറ്റില് തേപ്പ് കഴിഞ്ഞ് പിന്നെ അതാ കാണുന്നത്. അത് കഴിഞ്ഞപ്പോ തേപ്പും ഇല്ല, വീടും വേണ്ട, ഒന്നും വേണ്ട എന്ന നിലക്ക് മനോവിഭ്രാന്തിയിലായി മാറുക, എല്ലാം നഷ്ടപ്പെടുത്തി കളയുക. അപ്പൊ കരിക്കിന് എന്താ ചെയ്യാൻ കഴിയത്? നോർമലായി ചിന്തിച്ചാൽ മതി, പ്രകൃതിപരമായി. കാരണം കരിക്ക് എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ തൊട്ട് മുമ്പുള്ള സ്റ്റേജാ. അത് ഇളനീനായിട്ട് കരിക്കായിട്ട് കുടിക്കാം. അതല്ലാതെ ഏതെങ്കിലും ഒരു വിദ്വാന്, ഒരു ചൂഷകന് ഈ രൂപത്തിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അത് എന്റെ ജീവിതത്തിലെ ഹൈറിലും ഷർറിലും അത് ബാധിക്കും, പ്രയാസമുണ്ടാക്കും എന്ന് വിചാരിക്കുന്നവനേക്കാൾ വലിയ അവിവേകി, മൂഢവിശ്വാസി, അന്ധവിശ്വാസി ആരാളുള്ളത്? എന്താ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുക? ഒരു കോഴിത്തലയുടെ പേരിൽ ഒരു മനുഷ്യനെ കൊന്നൊടുക്കുക. ഒരു കോഴിത്തല, ഇനി തല ഉള്ള കോഴിയാണെങ്കിലും ഉടലുള്ള കോഴിയാണെങ്കിലും എന്താ ചെയ്യല്? കോഴി ഒരു ഭക്ഷണ, ഏതൊക്കെ തരത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലാതെ ഒരു കോഴിത്തല കണ്ടു കഴിഞ്ഞാൽ ബേജാറായി തീരുക, മനസ്സിലായില്ലേ? അതേമാതിരി ഭസ്മങ്ങൾ, അതിന്റെ ചിഹ്നങ്ങൾ, അതിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ റസൂല് വളരെ കൃത്യമായി അങ്ങനെ അഭൗതികമായി അത്തരത്തിലുള്ള വസ്തുവകകളിൽ നിന്ന് വല്ലതും തന്റെ ജീവിതത്തിൽ ബാധിക്കും, അനുഗ്രഹം ചോർത്തിക്കളയും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കിൽ പെടുന്നതാണ് എന്ന്. ഇല്ലയോ? മറ്റൊരു ഹദീസിൽ മൻ അതാ കാഹിനൻ, ആരെങ്കിലും ജോത്സ്യന്റെ അടുത്ത് വന്നാൽ എന്നിട്ട് ആ ജോത്സ്യൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. കച്ചവടം കുറയാനുള്ള കാരണം, വീട് പണി പൂർത്തിയാകാതിരിക്കാനുള്ള കാരണം, വിസ ശരിയാവാത്തതിന്റെ കാരണം, മകളുടെ വിവാഹം നടക്കാത്തതിന്റെ കാരണം, അയൽപ്പക്കങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, മറ്റുള്ളവരിലേക്ക് ചൂണ്ടിക്കാണിച്ച് ജോത്സ്യൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഫസ്വദ്ദഖഹു, എന്നിട്ട് ഈ മനുഷ്യൻ, ഈ പോയ ഒരുത്തനുണ്ടല്ലോ, അവൻ അത് സത്യപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ മുസ്ലിമാണ് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന് അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ അവൻ നിഷേധം കാണിച്ചിരിക്കും, അതിനെ നിഷേധിച്ചതിന് തുല്യാണ്. പിന്നെ അവന് ഖുർആനിന്റെ അനുയായിയാണ് എന്ന് പറയാൻ സാധ്യമല്ല എന്ന് പറയാൻ. അപ്പൊ ജോത്സ്യന്റെ സിദ്ധന്റെ അടുത്തേക്കൊന്നും പോകണ്ട. വിശുദ്ധ ഖുർആനിന് നിഷേധം കാണിച്ചു, പ്രവാചകന് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ അവൻ അവിശ്വസിച്ചു, നിഷേധിയായി എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്താ നമ്മോട് പഠിപ്പിക്കുന്നത്? എന്തിനെയൊക്കെ അവൻ നിഷേധിക്കുന്നത്? വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബ 51-ാം സൂക്തം ആമുഖമായി ഓതി വെച്ചത്, ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ, നബിയെ പറയുക, ലൻ യുസീബനാ, ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ, ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ യജമാനൻ, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികളായ ആളുകൾ ആ റബ്ബിൽ, അല്ലാഹുവിൽ ബരമേൽപ്പിച്ചു കൊള്ളട്ടെ. ഈ ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ അവതരിച്ചത് ഇതിനാണ് നിഷേധിക്കുന്നത്. ഈ ജാതി കേന്ദ്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അള്ളാഹു വിധിച്ചതേ എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അത് ദാമ്പത്യത്തിലായാലും, കുടുംബ ജീവിതത്തിലായാലും, ഉപജീവന വിഷയത്തിലായാലും, വീട് പണിയിലായാലും, കാർഷിക മേഖലയിലായിരുന്നാലും അള്ളാഹ് ഖൈറ് അവൻ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അത് നൽകാൻ ഒരാളില്ല. 10-ാം അധ്യായം സൂറത്തു യൂനുസ് 107-ാം സൂക്തം, വയ്യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വയ്യംസസ്കല്ലാഹു ബിദുർരിൻ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല പരീക്ഷണവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ജീവിതത്തിൽ നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, അവനല്ലാതെ അതിനെ നീക്കം ചെയ്യുന്നവനില്ല. നിങ്ങൾ വെറുതെ വിചാരിക്കുകയാണ് ഈ പറയുന്ന ആളുകൾക്കൊക്കെ കഴിയുന്നു. ധനലക്ഷ്മി യന്ത്രങ്ങളായിട്ട്, ഏലസുകളായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ഇത് കച്ചവട സ്ഥലത്ത് ഈ യന്ത്രം വെച്ച് കഴിഞ്ഞാല് പ്രതിദിനം നിങ്ങൾക്ക് 10,000 രൂപയുടെ ലാഭം ഉണ്ടാകും എന്ന് പറയാ. ഈ മനുഷ്യന്റെ പരിപാടി എന്താ? ഡെയിലി ഡ്രസ്സ് മാറ്റിയിട്ട് ചായയും കുടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, ഒരു 10-250 ഏലസോ ധനലക്ഷ്മി യന്ത്രങ്ങളോ ഐക്കല്ലോ സിഹാമൊക്കെ ബാഗിലാക്കിയിട്ട്, എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ അതല്ലാത്ത സ്ഥലത്തും കടകളിൽ കയറിയിട്ട് ഇത് വിൽക്കുക. ഇത് വിറ്റിട്ട് കിട്ടണ 500, 1000, 2000, 3000 ആയിട്ട് വേണം വീട്ടിലേക്ക് ഭക്ഷണമായിട്ട് മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിവർത്തിക്കാൻ. അതല്ല എങ്കിൽ ഒരൊറ്റ ഏലസ് കൊണ്ട് 10,000 കിട്ടുമെങ്കിൽ, ഒരൊറ്റ ധനാകർഷണ യന്ത്രം കൊണ്ട് 1,00,000 ഒരു മാസം സമാഹരിക്കാൻ സാധിക്കുമെങ്കിൽ, അതൊരു 250, 500 അങ്ങനത്തെ യന്ത്രങ്ങളും തന്ത്രങ്ങളുള്ള ആളുകൾക്ക് അവരൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരെ കടത്തിവെട്ടി ഹൈപ്പർ മാർക്കറ്റുകളുടെയും സൂപ്പർ മാർക്കറ്റുകളുടെയും ബിസിനസ് സംരംഭങ്ങളുടെയും ഒക്കെ മുന്നിൽ നടക്കുന്നവരായി തീരൂലേ? അപ്പൊ പ്രമാണം പഠിക്കുന്നതിനോ കൂടെ കോമൺ സെൻസും കൂടി ഉണ്ടായാൽ മതി.
മുമ്പ് ഗഫൂറാജ് കൊല്ലപ്പെട്ട സമയത്ത് 2-3 ഖുത്ബ നടത്തിയപ്പോ മനുഷ്യന് അക്കലും നക്കലും പ്രമാണവും അതേപോലെ ബുദ്ധിയും പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ ജാതി അബദ്ധ ജടിലമായ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹ് വളരെ വ്യക്തമായി കൃത്യമായി നേർക്ക് നേരെ ഖുർആനിന്റെ അനുയായികളോട് സംസാരിക്കുക. നിങ്ങൾക്ക് അള്ളാഹ് ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം, ഒരു പരീക്ഷണം നിങ്ങൾക്ക് നൽകിയാൽ അള്ളാഹ്ക്കല്ലാതെ കാശിഫലോ അത് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. ഇനി നിങ്ങൾക്കൊരു ഖൈറ്, ഒരു സമ്പന്നത, സന്താന സൗഭാഗ്യം, വീട് പണിക്കുള്ള ഐശ്വര്യം, ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നു. അപ്പൊ നിങ്ങൾക്ക് ബേജാറാകുക, ഞാൻ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ട് ഇല്ലാതാവുമെന്ന് അല്ലെ. കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടികളുടെ തടിയാണ്ട് കുറഞ്ഞു പോകാന്ന് അല്ലെ. ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ എന്റെ വീട് പണി സ്റ്റോപ്പാകും, പച്ചക്കറിത്തോട്ടം കുഴപ്പമൊന്നുമില്ല, ആരെങ്കിലും നോക്കിയാൽ അത് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കരിങ്കണ്ണ നോക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പ്രത്യേക സ്റ്റിക്കറും കാര്യങ്ങളും ഒരു കോലവും ചെമ്മട്ടിയും ചട്ടിയും ഒക്കെ ആയിട്ട് വെക്കുന്ന ഒരു കാലയളവൊക്കെ ഉണ്ടായി. ഇന്ന് അതിന്റെ പുതിയ പുതിയ രൂപഭാവങ്ങളൊക്കെ ഉണ്ട് വന്നുകൊണ്ടിരിക്കുക. അയാൾ അഭിപ്രായം പറയില്ലേ എന്ന് പറയാൻ ബേജാറാകാൻ അല്ല പറയാ, ഫലാ റാദ്ദ ലിഫദ്ലി, അള്ളയാണ് നിനക്ക് നിഅമത്ത് നൽകുന്നത്. ഒരാൾക്കും അതിനെ തിരിച്ചെടുക്കാനും തകർക്കാനും സാധ്യമല്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, ഇങ്ങനെയുള്ള നിഅമത്തുകൾ ഖൈറും ശർറും ഒക്കെ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുന്നതാണ്. വഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇനി 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിലെ 2-ാം സൂക്തം. ഇതൊക്കെയാണ് ഖുർആൻ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് നിർഭയത്വമുള്ള തൗഹീദി ബോധം കടന്നു വരും, തവക്കുല് വരും. ആരുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ട ആവശ്യം ഇസ്ലാമിക ഉമ്മത്തിന് ഉണ്ടാവുകയില്ല. ഒരു പണിക്കരെയും ഒരു ജ്യോത്സ്യനെയും ഒരു കൈനോട്ടക്കാരനെയും ഒരു മാരണക്കാരനെയും ഒരു അത്തരത്തിൽ ആ മേഖലയിൽ മനുഷ്യരെ പറ്റിച്ച് വഞ്ചിച്ച് വലിയ വിപത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യം വരൂല. സൂറത്തു ഫാത്തിർ 35-ാം അധ്യായം 2-ാം സൂക്തം. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ജനങ്ങൾക്ക്, കാരണം ഖുർആൻ മാനവതക്ക് മൊത്തത്തിലുള്ള ഗ്രന്ഥാണ്, മനുഷ്യരോട് ഈ വിഷയത്തിൽ അള്ളാഹ് സംസാരിക്കുകയാണ്. ഇനിയും നിങ്ങൾ ചൂഷണത്തിൽ അകപ്പെടാതിരിക്കാൻ. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ, അല്ലാഹു മനുഷ്യർക്ക് തുറന്നു തന്ന കാരുണ്യത്തെ, അനുഗ്രഹത്തെ ആർക്ക് ഫലാ മുംസിക ലഹാ, അതിനെ തടസ്സപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ യുംസികു, അല്ലാഹു പിടിച്ചു വെക്കുകയാണ് എങ്കിൽ ഫലാ മുർസില ലഹു, അതിനെ തുറന്നു കൊടുക്കാനും അതിനെ സാധിപ്പിച്ചു കൊടുക്കാനും ആ ആഗ്രഹത്തെ പൂർത്തീകരിച്ചു കൊടുക്കാനും മിൻ ബഅദി, അതിനുശേഷം അല്ലാഹുക്ക് പുറമെ ഒരാൾക്കും കഴിയില്ല. വഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യുക്തിമാനും പ്രതാപശാലിയും. ആർക്കൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ നിഅമത്ത് കിട്ടണം കിട്ടണ്ട, ഏതൊക്കെ അളവിൽ കൊടുക്കണം കൊടുക്കണ്ട, ഇതൊക്കെ തീരുമാനിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഫൗക തഖ്ദീറുനാ ലില്ലാഹി തഖ്ദീറു, നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് മീതെ അല്ലാഹുവിന്റെ ചില കണക്ക് കൂട്ടലുകളുണ്ട്. വ ഫൗക തദ്ബീറുനാ ലില്ലാഹി തദ്ബീറു, നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് മീതെ അള്ളാഹ്ക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഒരൊറ്റായത്ത് കൂടി 39-ാം അധ്യായം സൂറത്തു സുമറിലെ 36-ാം സൂക്തം. ആരെങ്കിലും പലതും പറഞ്ഞ് പലരെയും പറഞ്ഞ് പല വസ്തുതകളും പറഞ്ഞ് നമ്മെ പേടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ മനസ്സിൽ കോറിയിടുക, ആവർത്തിച്ച് പാരായണം ചെയ്യുക, അർത്ഥബോധനം നേടുക. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ അടിമക്ക് അല്ലാഹു പോരെ, തന്റെ അടിമക്ക് അല്ലാഹു പോരെ. പ്രവാചകന്മാർക്ക് അല്ലാഹ് മതിയായവനായിരുന്നു, അസ്ഹാബുൽ കഹ്ഫിന് അല്ലാഹ് മതിയായവനായിരുന്നു. അതുകൊണ്ട് നമുക്കും ആ അല്ലാഹു തന്നെ മതി. നമ്മുടെ ഖൈറിലും ശർറിലും സുഖദുഃഖ ജീവിതത്തിൽ സന്തോഷവും സന്താപവും ദാരിദ്ര്യവും സമ്പന്നതയും സമ്മേളിക്കുന്ന ഈ ലോക ജീവിതത്തിൽ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ അടിമക്ക് അല്ലാഹ് പോരെ. അല്ലാഹ് വിധിച്ചതിൽ സഹനം അവലംബിച്ച് അവനിൽ തവക്കുൽ ചെയ്ത് പരിഹാരം തേടി പ്രാർത്ഥിച്ച് സൽക്കർമ്മങ്ങൾ നിർവഹിച്ച് തുറവി ആഗ്രഹിച്ചാൽ പോരെ. വയുഖവ്വിഫൂനക, അവർ നിന്നെ പേടിപ്പിക്കുന്നതാണ്. പലരും നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. ബില്ലദീന മിൻ ദൂനി, അള്ളാഹ്ക്ക് പുറമെയുള്ളതിനെ പറഞ്ഞുകൊണ്ട്. അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹ്ക്ക് പുറമെയുള്ളതിനെ പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്താ സമയത്ത് നീ പറയേണ്ടത് എനിക്കെന്റെ റബ്ബ് മതി. മറവിയില്ലാത്ത, മരണമില്ലാത്ത, മയക്കമില്ലാത്ത, ഹയ്യും ഖയ്യൂമും സമീഉം ജബ്ബാറും മുദബ്ബിറുമായ റബ്ബ് എന്റെ കൂടെണ്ട്. അവൻ വിധിച്ചതേ എനിക്ക് ലഭിക്കുകയുള്ളൂ, അവൻ എടുത്തത് എനിക്ക് അർഹതപ്പെടാത്തതും ലഭിക്കാത്തതുമെന്ന നിലക്കല്ല ഖലാ ഖദറിലൂടെ കണക്കാക്കിയത് ആണ് എന്ന ഈമാനിക വിശ്വാസവും തീർച്ചയായിട്ടുണ്ടാകും. അതാണ് ഒരു മുസ്ലിം നമസ്കാര ശേഷം നമ്മൾ പറയുന്നതും. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ
തടയുന്നവനില്ല. ലിമാ അഅ്തൈത നീ നൽകിയ ഒന്നിനെ, വലാ മുഅ്തിയ നൽകുന്നവനില്ല, ലിമാ മനഅ്ത നീ തടഞ്ഞ ഒന്നിനെ. അല്ല തടഞ്ഞതിനെ നൽകാനും അല്ല നൽകുന്നതിനെ തടയാനും ഈ ലോകത്ത് ഒരാളുമില്ല ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ. ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അത് വീണ്ടെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമയവും സമ്പത്തും സന്മാർഗവും ജീവനും എല്ലാം ലാഭിക്കാനും സംരക്ഷിക്കാനും നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഏറ്റവും മൗലിക ഭാഗം കൂടിയാണിത്. അതിൽ വെള്ളം കലർത്താതെ, മായം കലർത്താതെ സംശുദ്ധമായ തൗഹീദി ബോധനത്തിലൂടെ, ബോധ്യത്തിലൂടെ മുന്നോട്ട് പോവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൻഅമനാ വഅസ്അദനാ ബിഹിദായത്തിൽ ഇസ്ലാം വഹുവല്ലദീ വഹദനാ അലാ കലിമത്തി തൗഹീദി വൽ ഇസ്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൽ ഖായിൽ യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, റജബ് മാസത്തിന് ശേഷം ഇസ്ലാമിക ഉമ്മത്ത് അഥവാ നമ്മൾ ഷഅബാനിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, താങ്കൾ ഷഅബാനിൽ ധാരാളം നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടല്ലോ എന്ന്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ റമദാൻ മാസത്തിന് പുറമെ മറ്റ് ഏതെങ്കിലും മാസത്തിൽ നോമ്പ് അധികരിപ്പിച്ചിരുന്നു എങ്കിൽ, ഐച്ഛിക വ്രതാനുഷ്ഠാനം നിർവഹിച്ചിരുന്നു എങ്കിൽ അത് ഷഅബാൻ മാസത്തിലാകുന്നു. അപ്പോൾ എന്തിനാണ് പ്രവാചകൻ ഷഅബാനിൽ ഇത്രയധികം നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്നാണ് ഉസാമ ചോദിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത് ഈ മാസം ഷഅബാൻ മിക്ക ആളുകളും അശ്രദ്ധരാക്കുന്ന ഒരു മാസമാണ്. കാരണം റജബിനും റമദാനിനും ഇടക്ക് അശ്രദ്ധയായിത്തീരുന്ന, അലസമാക്കി കളയുന്ന, മറന്നുപോകുന്ന ഒരു മാസമാണ്. എന്നാൽ ഈ മാസത്തിന്റെ പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ഷഅബാനിലാണ് എന്ന്. അതുകൊണ്ട് ഉസാമ, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ പടച്ചറബിലേക്ക് ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ ഷഅബാനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സാധ്യമാകുന്ന വിധത്തിൽ വ്രതാനുഷ്ഠാനം നിർവഹിക്കുക. ഇല്ലാത്ത ബിദ്അത്തും അതുമായി ബന്ധപ്പെട്ട നോമ്പുകളൊക്കെ പലരും അനുഷ്ഠിക്കാറുണ്ട്. ഉള്ളത് ഹദീസിൽ പറഞ്ഞത്, നിങ്ങൾക്ക് എത്ര നോമ്പ് അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നത്, 10, 15, 20, 25 എത്രയും നിങ്ങൾക്ക് ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നോൽക്കാവുന്നതാണ്. എന്നാൽ ചില ആളുകൾ ബറാഅത്ത് രാവി എന്ന പേരിൽ ഷഅബാൻ 15 പ്രത്യേക നോമ്പ് അനുഷ്ഠിക്കും. അത് ബിദ്അത്താണ്. അങ്ങനെ പ്രത്യേക നോമ്പ് ഷഅബാൻ 15 വരും ഖുതുബകളിൽ ആ സമയത്ത് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് പ്രാമാണികമായി സംസാരിക്കാം. എന്നാൽ ഷഅബാനിൽ നമുക്ക് എത്ര ദിവസവും നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. കാരണം നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുന്ന ഈ സമയം നോമ്പുള്ളവരായി തീരുന്നത് ഖൈറാൻ. കാരണം നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ തസ്കിയത്ത് ഉണ്ടാകും, തഖ്വ ഉണ്ടാകും, ജീവിത വിശുദ്ധി ഉണ്ടാകും, തിന്മകളിൽ നിന്ന് മാറി നിൽക്കും. അപ്പൊ നല്ല ഒരു മാനസികാവസ്ഥയിൽ, നല്ല ഒരു ആത്മസംസ്കരണ സമയത്ത് നമ്മുടെ കർമ്മങ്ങൾ പടച്ചറബിലേക്ക് എത്തപ്പെടുക എന്ന് പറയുമ്പോൾ ദുഷ്കർമ്മങ്ങൾ കുറയുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന അവസരം നോമ്പനുഷ്ഠിക്കുന്നവർക്ക് ഉണ്ടായിത്തീരുമെന്നാണ്. അതേപോലെ തന്നെ ഇനി ഷഅബാനിൽ ശ്രദ്ധിക്കേണ്ടത്, നോറ്റ് വീട്ടാനുള്ള ആളുകൾ റമദാൻ വരാനിരിക്കുകയാണ്. അപ്പൊ റമദാനിന്റെ തൊട്ട് മുമ്പായിട്ടുള്ള ഒരു മാസമാണ്. അപ്പൊ ഈ മാസത്തിൽ വിട്ടുപോയിട്ടുള്ള നോമ്പുകളുണ്ട് എങ്കിൽ, സ്ത്രീകളൊക്കെ നോറ്റ് വീട്ടാനുള്ളതുണ്ട് എങ്കിൽ, അതേപോലെ തന്നെ ഗർഭിണികൾ, മുലയൂട്ടുന്ന സ്ത്രീകള്, വയോജനങ്ങള്, രോഗികള്, കഴിഞ്ഞ റമദാൻ മാസത്തിൽ യാത്ര ചെയ്ത് ആളുകൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെ നോമ്പ് ബാധ്യതയുണ്ട്, കടമുണ്ട് എങ്കിൽ അത് ഈ മാസത്തിൽ വീട്ടിൽ തീർക്കണം. അതല്ലെങ്കിൽ ഫിദിയ കൊടുക്കണം. പ്രായം ചെന്ന വീട്ടിലെ വല്യുപ്പമാർ, വല്യുമ്മമാര്, രോഗിയായ ഉമ്മ, ഉപ്പ, അവരൊക്കെ മാറാ രോഗം ബാധിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരോഗ്യം വീണ്ടെടുത്ത് ഒരു നോമ്പ് അത് നോറ്റ് വീട്ടാൻ സാധ്യതയില്ല. കഴിഞ്ഞ വർഷത്തെ റമദാനിലെ 10 നോമ്പ് കൂടി ബാക്കിയുണ്ട്, നോറ്റ് വീട്ടാമെന്നാ വിചാരിച്ചത്, ഇനി സാധ്യതയില്ല എങ്കിൽ ഈ മാസം അതിന് പരിഹാരം കാണണം. 10 പാവപ്പെട്ട അഗതികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അതിനാണ് ഫിദിയ എന്ന് പറയുക. അപ്പൊ ഭാര്യമാരോട്, പ്രായപൂർത്തിയെത്തിയ മക്കളോട്, അതേപോലെ തന്നെ നമ്മുടെയൊക്കെ കഴിഞ്ഞ വർഷത്തെ റമദാനിക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അസുഖം ബാധിച്ച് 1, 2, 3 നോമ്പൊക്കെ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഇതൊരു ഫൈനൽ ചാൻസ് എന്ന നിലയ്ക്ക് ഈ ഷഅബാൻ മാസത്തിൽ അതൊക്കെ നോറ്റ് വീട്ടുക. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച് നമ്മൾ ഒരുങ്ങണം. ആയുസ് ദൈർഘ്യവും
ആരോഗ്യ സുസ്ഥിതിയോടും കൂടി പരിശുദ്ധ റമദാനിനെ വരവേൽക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബിനോട് നമ്മൾ തേടണം. ഖുർആൻ അവതരിക്കപ്പെട്ട മാസത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ സ്വർഗപ്രവേശനത്തിൽ നിർണായകമാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കരുതലുകൾ ഉണ്ടാകണം, ആരോഗ്യപരമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണം. പലവിധ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് റമദാനിൽ കരുത്തനായി ആരോഗ്യസ്ഥിതിയോടെ എനിക്ക് പ്രവേശിക്കാൻ കഴിയണമെന്ന നിയ്യത്തൊക്കെ, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാകണം. അതിന് മാനസികമായും ശാരീരികമായും ഒരുങ്ങുന്നതിന് വേണ്ടി ഐച്ഛികമായി റമദാനിൽ, ഈ ഷഅബാനിൽ നമ്മൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് റമദാനിലേക്ക് അങ്ങേയറ്റത്തെ ആത്മീയ നിറവോടെ പ്രവേശിക്കാനും നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ വിധിവിലക്കുകളെ, വിശ്വാസ അനുഷ്ഠാന ആചാരമുറകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ പ്രാവർത്തികമാക്കാൻ പക്വതയും പ്രബുദ്ധതയും കാണിക്കുന്ന മുത്തഖീങ്ങളും മുത്തവക്കിലീങ്ങളും മുത്തബിഅസ്സുന്നകളും വാഹിദുകളുമായ മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കർമ്മധർമ്മങ്ങളിൽ, അനുഷ്ഠാനമുറങ്ങളിൽ, ബന്ധങ്ങളിൽ, ഇടപാടുകളിൽ, ഇടപഴകലുകളിൽ സംഭവിച്ചു പോയ അപാകതകളെ, തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വകർമ്മങ്ങളെയും നീ കബൂൽ ചെയ്ത് നിർണയിച്ചു വെച്ച പ്രതിഫലം നൽകി അവ വഴി ഞങ്ങളുടെ സ്വർഗപ്രവേശനം നീ എളുപ്പമാക്കി തീർക്കണമേ നാഥാ. അല്ലാഹുവേ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അശാന്തി നിറഞ്ഞ സമകാലിക സാഹചര്യം, ശാന്തി ആഗ്രഹിക്കുന്ന മനുഷ്യർ, അവർക്ക് നീ അതിജീവനം നൽകണമേ നാഥാ. അല്ലാഹുവേ, ഫലസ്തീനിന്റെ മണ്ണ് തിരിച്ചു വരവിലേക്ക് നയനാനന്ദകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിനകം കൊല്ലപ്പെട്ടവർ, അവർക്ക് നീ ഷഹാദത്ത് നൽകണമേ. അവിടുത്തെ സീസ് ഫയറും സന്ധിയും സമാധാനവും നീ നിലനിർത്തണമേ നാഥ. വെസ്റ്റ് ബാങ്കിലേക്ക് പ്രത്യേക അജണ്ടയുമായി കടന്നു കയറുന്ന സയണിസത്തിന്റെ കുതന്ത്രങ്ങളെ നീ തകർക്കണമേ നാഥ. ഇസ്ലാമിക ഉമ്മത്തിന് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണമേ റബ്ബേ. ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നീ വർദ്ധിപ്പിച്ചു തരികയും സഫലീകരിച്ചു തരികയും ചെയ്യണമേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. ബഹുമാന്യനായ മദനി സാഹിബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്ക് ഉത്തരം നൽകി സാത്വികനായ പണ്ഡിതൻ, വിനയത്തിന്റെ മുഖമുദ്ര, ഒരു മഹാപ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ, ഒരുപാട് കർമ്മവസന്തങ്ങളുമായി നാഥനിലേക്ക് യാത്രയാകുമ്പോൾ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണമേ. ബർസഖിയായ ജീവിതം സ്വർഗീയ ആനന്ദമുള്ളതാക്കി തീർക്കണമേ നാഥ. അദ്ദേഹമൊക്കെ മുന്നോട്ട് നയിച്ച നന്മയാർന്ന ആദർശ രീതിയിൽ മുന്നോട്ട് നീങ്ങാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണമേ നാഥ. വിനയം മുഖമുദ്രയാക്കി ഇസ്ലാമിക ജീവിതത്തിന്റെ ലാളിത്യം പ്രകാശിപ്പിക്കാൻ അതുവഴി പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും അനുയായികൾക്കും സാധാരണക്കാർക്കും ഒക്കെ അല്ലാഹുവേ നീ അനുഗ്രഹം ചൊരിയണമേ നാഥ. അദ്ദേഹത്തിന് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അതേപോലെ ഒരു യുവ ഡോക്ടർ ാക്ക് ബാധിച്ച് പയ്യോളിയിൽ ഷമ്മാസ് അൻവർ മരണപ്പെട്ടു. ആ കുടുംബത്തിന്റെ വേദന, ആ വേർപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.